there is a high that creativity brings in. The creativity is never about what you create. It is about that entire process. People come and say that you have built a company. I'm saying, I didn't build the company. I built the team and team built the company. At the moment I am building on I work with team building. So I understand that building a team is more on the outside than the inside. That is what ultimately freedom and success is, right? Like you should be able to do what you really want to do with the people that you really love to do it as well. We are trying to make people build better careers, skills and confidence. Say for the next 365 days, for the next 12 months, for X days. I chose to focus that. And ഞാൻ അത് ഫോക്കസ് ചെയ്ത് വന്ന സമയത്ത് ഐ സ്റ്റാർട്ടഡ് സീയിങ് ദ ചേഞ്ച്. രണ്ട് ചെറിയ കുട്ടികൾ അന്ന് പല ഇങ്ങനെ ചാനൽസ് ഒക്കെ തുടങ്ങുന്ന സമയമാണല്ലോ, കോവിഡിൻ്റെ സമയം. രണ്ട് കുട്ടികൾ വെച്ചുകൊണ്ട് വന്നിട്ട് ചോദിച്ചു, യൂട്യൂബർ ആണോ? ഔട്ട് ഓഫ് ബ്ലൂ. Hello everyone, welcome to another amazing podcast episode of Ebin Film Show. Usually നമ്മുടെ പോഡ്കാസ്റ്റ് എപ്പിസോഡിൽ ഇപ്പം ഫിലിം മേക്കേഴ്സ് ആണ് വരുന്നത്. ഇപ്രാവശ്യം കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഒരു ഓൺടർപ്രനർ ആണ് നമ്മുടെ കൂടെ ഉള്ള, വളരെ ഇൻസ്പയറിംഗ് ഒരു ക്യാരക്ടറാണ്. റിസ്വാൻ ബ്രോ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ. റിസ്വാൻ ബ്രോ, നിങ്ങളുടെ ജേർണി ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ ഏറ്റവും ആദ്യം ബ്രോയുടെ ഒരു വീഡിയോ കാണുന്നത് ഇക്കിഗായ് ബുക്കിനെ പറ്റി സംസാരിക്കുന്നതാണ്. അവിടെ മുതൽ ഞാൻ ഫോളോ ചെയ്ത് വരികയാണ്. ആൻഡ് യുവർ ഗ്രോത്ത് ടിൽ നൗ, അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കുക. ഐ തിങ്ക് ഇക്കിഗായ് എന്ന് പറയുന്നത് it's been few years. 3 years I've created. എന്നാൽ എനിക്ക് തോന്നുന്നു ഇന്നും ആൾക്കാർ ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് എന്നെ ടച്ച് ചെയ്യുന്നൊരു വീഡിയോ എന്ന് പറയുന്നത് ആ വീഡിയോ എന്ന് തോന്നുന്നു. സിൻസ് ദെൻ ടു ഗോ ബാക്ക്, ആ സമയത്ത് ഐ വാസ് ട്രൈയിങ് ആൻഡ് ബിൽഡിങ് ഫ്യൂ തിങ്സ്. കുറേ ബിസിനസ്സസ് ട്രൈ ചെയ്യായിരുന്നു. അതൊന്നും അന്ന് ചെയ്തിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊന്നും വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ആ സമയത്ത് ഞാൻ എൻ്റെ ഒരു ബെസ്റ്റ് അല്ലെങ്കിൽ എൻ്റെ ബെസ്റ്റ് വേർഷൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെയാണ്. സോ അങ്ങനെയാണ് പോഡ്കാസ്റ്റിങ്ങിലേക്ക് വരുന്നതും പോഡ്കാസ്റ്റൊക്കെ ചെയ്യുന്നതും. ആൻഡ് ഇന്ന് ഫാസ്റ്റ് ഫോർവേഡ് ടു ദാറ്റ്, ഐ തിങ്ക് ഐ എം ഇൻ എ മച്ച് ബെറ്റർ പൊസിഷൻ. ഇന്ന് ഹാക്ക എന്ന് പറയുന്നൊരു ഇക്കോ സിസ്റ്റം റൺ ചെയ്യാണ് അലോങ് വിത്ത് ഹാരിസൺ കോ. സോ ഇന്ന് വി ആർ ട്രൈങ് ടു make people build better careers, skills and confidence. So അതാണ് ഒരു കഴിഞ്ഞ ഒരു 3 years ജേർണി എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് വാട്ട് ഐ ബീൻ ഡൂയിങ്. അതിന് മുന്നേ കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്തു, പലതും ലേണിങ്സ് ആയിരുന്നു. വെൻ ഐ സേ ലേണിങ്സ്, ഐ വുഡ് സേ ഒരു ഫെയിലിയറിൻ്റെ വേറൊരു ടേമായിട്ട് ചിന്തിക്കാം. ആൻഡ് ഷുവർ, ഡെഫിനറ്റ്ലി. സോ ടു ഗിവ് എ കോണ്ടെക്സ്റ്റ് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ, ഞാനൊരു കഴിഞ്ഞ ഒരു 12 years ആയിട്ട് 10+12 years ആയിട്ട് ബീൻ ട്രൈങ് ടു ബിൽഡ് മൾട്ടിപ്പിൾ ബിസിനസ്സസ്. ഇതിപ്പം 13th ബിസിനസ്സാണ്. ബിഫോർ ദാറ്റ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന പലതും എവറിത്തിങ് വാസ് സംതിങ് ഓർ ദി അതർ വേ ഫെയിലിയർ ആണ്. പലതും ബാങ്ക് അക്കൗണ്ടിൽ പൊട്ടി, പലതും ഓൺ പേപ്പർ പൊട്ടി, പലതും എക്സിക്യൂഷനിൽ പൊട്ടി, പലതും 3 months, ചിലത് 6 months, ചിലത് 1 year ഒക്കെ ആയിട്ട് റൺ ചെയ്തു. ബട്ട് ഡിൻ വർക്ക് ഔട്ട്. ആൻഡ് ആ സമയത്ത് ഐ വാസ് ഫെഡ് അപ്പ് വിത്ത് മൈ ഓൺ എന്താ പറയുക, ഇന്നബിലിറ്റി ടു റൺ ബിസിനസ്സസ്. അങ്ങനെ ഞാനൊരു കോർപ്പറേറ്റിൽ വർക്കിങ്ങിന് കയറി. 3 years ഐ വർക്ക് ദെയർ. അവിടെയുള്ള സമയത്തും ഐ വാസ് ട്രൈങ് ഡിഫറെൻറ്റ് തിങ്സ്. അതിലും ഐ തിങ്ക് വൺ ഓഫ് ദെം വാസ് ട്രൈങ് ടു പിക്കപ്പ്, പക്ഷെ അതും വർക്ക് ആയില്ല. ഞാൻ അവിടെ നിന്ന് ക്വിറ്റ് ചെയ്തു. ഫുൾ ടൈം ഇറങ്ങിയതിന് ശേഷം വെൻറ്റ് ഇൻ ടു ബിൽഡ് ഹാക്ക. സോ ഇതാണ്. ആൻഡ് സോ ഇറ്റ്സ് ലൈക്ക് ലോങ് ജേർണി ഓഫ് ട്രൈയിങ് ആൻഡ് ഫൈൻഡിങ് ഔട്ട് എന്താണ് എൻ്റെ സ്ട്രെങ്ത്തും എൻ്റെ പേർപ്പസും മീറ്റായിട്ട് പോകുന്ന ഒരു ആംഗിൾ എന്നുള്ളത്. ആൻഡ് ആ ഒരു ജേർണീൻ്റെ ഇടയിലാണ് ഞാൻ ഇക്കിഗായ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ആയിക്കോട്ടെ, പുസ്തകം ആയിക്കോട്ടെ ഒക്കെ എത്തിപ്പെടുന്നതും. വെരി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇക്കിഗായ് എന്ന് പറയുന്നൊരു പുസ്തകം ഞാൻ പിക്കപ്പ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ പേർപ്പസ്, വാട്ട് ദ വേൾഡ് നീഡ്സ് ആൻഡ് ഹൗ വി ക്യാൻ ഓഫർ എന്നൊക്കെയുള്ള പല ആംഗിളിൽ നിന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെയാണെന്ന് ഹാക്കിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഓക്കെ, സോ വാട്ട് വാസ് ദാറ്റ് വൺ ബിസിനസ് ഐഡിയ, ലൈക്ക് ഈ 9 ട്രൈ ചെയ്താലും വിച്ച് വാസ് ദി വൺ ക്ലോസസ്റ്റ് ടു യുവർ ഹാർട്ട് ആൻഡ് യു ഫെൽറ്റ് ലൈക്ക് ഇതെന്തുകൊണ്ട് വർക്ക് ആയില്ല എന്ന് തോന്നിയ ഒരെണ്ണം കാണുമല്ലോ? ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടായിരുന്ന ഒരു റീസൺ ബീങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഞാനൊരു മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. ഉപ്പ ഗൾഫിലാണ്, വർക്കിംഗ് ആണ്. അപ്പോൾ ഉമ്മ ഹോം മേക്കറാണ്. അപ്പോൾ എല്ലാ മാസവും ഞാൻ കാണുന്നത് ഉപ്പ ഒരു എക്സ് എമൗണ്ട് വീട്ടിലേക്ക് അയക്കുന്നു. അപ്പോൾ നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ബഡ്ജറ്റിൽ ജീവിച്ച് പോകണം എന്നുള്ളതിലായിട്ടാണ്. അപ്പം നമ്മളൊരു 11th പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് എനിക്കൊരു ബൈക്ക് വാങ്ങിക്കിട്ടണേ. അപ്പം ഞാൻ
ആസ് എ പേഴ്സൺ എനിക്കൊരാളുടെ അടുത്തുനിന്നും ഒരു സഹായം ചോദിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഈവൻ ഇൻക്ലൂഡിങ് മൈ പേരൻസ്. അപ്പം പോക്കറ്റ് മണിക്ക് പോലും പൈസക്ക് ചോദിക്കാൻ വേണ്ടിയിട്ടായിട്ട് ബുദ്ധിമുട്ട് വന്ന സമയത്താണ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരു തോട്ട് വരുന്നത്. അങ്ങനെയാണ് ഒരു സംതിങ് ഐ നീഡ് ടു ഡു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. ആൻഡ് ബിഫോർ ദാറ്റ് 11th. അപ്പോൾ ബിഫോർ ദിസ് അഗെയിൻ ഐ യൂസ് ടു ടേക്ക് ട്യൂഷൻസ്. പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ടായിട്ട് ഞാൻ ട്യൂഷൻസ് ഒക്കെ എടുക്കുമായിരുന്നു. ആൻഡ് ആ ഒരു കോൺസെപ്റ്റാണ്, ഓക്കെ ഐ ക്യാൻ ഡു സംതിങ്, ഐ ക്യാൻ മേക്ക് പോക്കറ്റ് മണി, ഐ ക്യാൻ എന്താ പറയുക, വീട്ടിൽ ഞാനൊരു എക്സ്ട്രാ ബേർഡൻ ആവാതെ മാറാം. ആ ഒരൊറ്റ പേർപ്പസ് തന്നെയാണ് ഇന്നും അന്നും എന്ത് ചെയ്യുന്നത് ഓരോ പരിപാടികളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ആൻഡ് എവറി ബിസിനസ് ഐഡിയ വാസ് ക്ലോസസ്റ്റ്. കാരണം എന്തൊരു സംഭവം ചെയ്യുന്ന സമയത്തും വി ആർ ഓൾവേസ് ട്രൈങ് ടു മേക്ക് ഷുവർ എൻഡ്സ് ആർ മീറ്റിംഗ്. മറ്റൊന്ന്, നമുക്കും ഇങ്ങനെ ഓരോ സംഭവം ചെയ്ത് വരുന്ന സമയത്താണല്ലോ ഓക്കെ എനിക്കിത് പറ്റൂല എന്നൊക്കെയുള്ള സാധനം മനസ്സിലാണ്. ഞാൻ ചെറുപ്പം തൊട്ടേ ഭയങ്കര ഇൻസെക്യൂർ ആയിട്ടുള്ള കിഡാണ്. സോ ഓരോ സാധനം ട്രൈ ചെയ്യുന്ന സമയത്തും ഐ എം തിങ്കിങ് ഓക്കെ ഇത് റെഡിയാവും, ഇത് വർക്കാവും, ഇത് വർക്കാവില്ല എന്നുള്ള സാധനത്തിലായിട്ട്. സോ ഇന്നും അന്നും എവറിത്തിങ് വാസ് പേഴ്സണൽ. ടു ബി ഓണസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ എവറിത്തിങ് വാസ് പേഴ്സണൽ. സോ എവറി ടൈം സംതിങ് ഗോസ് സൗത്ത് ഇറ്റ് വാസ് ലൈക്ക് ഓക്കെ ഇറ്റ് വാസ് ദി എൻഡ് ഓഫ് ദി വേൾഡ് ആയിരുന്നു. പക്ഷേ എന്നാലും ദ നെക്സ്റ്റ് ഡേ ഇറ്റ്സ് അഗെയിൻ ഓക്കെ സം ഹൗ ഐ നീഡ് ടു മേക്ക് ദിസ് വർക്ക്. എല്ലാത്ത പക്ഷം എനിക്ക് ഉപ്പാഴത്ത് പൈസ വയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ ഉമ്മാനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവർ പറയും ഈ മാസം നോക്കണ്ട അടുത്ത മാസം നോക്കാമെന്നൊക്കെ പറയും. അതിപ്പോൾ പെട്രോൾ അടിക്കാനായിക്കോട്ടെ, ചിലപ്പോൾ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ പോകണമായിക്കോട്ടെ. സോ ഇറ്റ് വാസ് ഓൾവേസ് അബൌട്ട് ദാറ്റ്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഇന്നും ചിന്തിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് നമ്മളെ കാര്യം നടന്നു പോകണം. പ്ലസ് ഇപ്പം എനിക്ക് എൻ്റെ വീട്ടുകാരെ നോക്കാൻ പറ്റണം എന്നൊക്കെയുള്ള രീതിയിലായിട്ടാണ്. ഇഷ്ടപ്പെട്ടവർ നോക്കാൻ പറ്റണം, കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റണം, ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ പറ്റണം. ദാറ്റ് ഈസ് വാട്ട് അൾട്ടിമേറ്റ്ലി ഫ്രീഡം ആൻഡ് സക്സസ് ഇസ്, റൈറ്റ്? ലൈക്ക് യു ഷുഡ് ബി ഏബിൾ ടു ഡു വാട്ട് യു റിയലി വോണ്ട് ടു ഡു വിത്ത് ദ പീപ്പിൾ ദാറ്റ് യു റിയലി ലവ് ടു ഡു ഇറ്റ് ആസ് വെൽ. സോ അതാണ് ഇന്നും അന്നും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സ്റ്റോറിയും എൻ്റെ സ്റ്റോറിയും ഭയങ്കര കണക്റ്റിംഗ് ആയിട്ടുള്ളത്. സോ ഐ ക്യാൻ ഡയറക്റ്റ്ലി റിലേറ്റ് ടു വാട്ട് യു ആർ ഫീലിംഗ് അറ്റ് ദാറ്റ് ടൈം. ലൈക്ക് ഈ ഓരോ കാര്യങ്ങൾ നമ്മൾ ഫെയിൽ ആകുമ്പോൾ നമുക്കുള്ളൊരു ബാഡ് സാധനം ഉണ്ടല്ലോ. ലൈക്ക് ഹൗ ഡിഡ് യു കോപ്പ് അപ്പ് വിത്ത് ദാറ്റ്? അതും 11th ക്ലാസ് ആണ് യു സ്റ്റാർട്ടഡ്. സോ ഐ നോ ദി പ്രഷർ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മെൻ ആവുമ്പോൾ കിട്ടുന്ന പ്രഷറിനെയൊക്കെ ലൈക്ക് യുവർ സ്മോൾ ഏജിൽ നമുക്ക് ആ നെഗറ്റിവിറ്റി കിട്ടുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റിൽ വരുന്നത് ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. സോ ഹൗ ഡു യു കോപ്പ് അപ്പ്? ഐ തിങ്ക് ഏജ് ആണ് ഒരു മേജർ ഫാക്ടർ ഉണ്ടായിരുന്നത്. കാരണം വെൻ ഐ സേ 11th സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞ സമയത്ത് യു ഡോണ്ട് റിയലി കെയർ അബൌട്ട് വെദർ യു ഫെയിൽഡ് ഓർ നോട്ട്. ഓൾ യു കെയർ അബൌട്ട് വാസ് വെദർ എനിക്ക് ആ സമയത്ത് ലൈക്ക് ഐ ഏബിൾ ടു മാനേജ് യുവർ ഓൺ, ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പ് പോകാൻ പറ്റണുണ്ടോ, എല്ലാവരും പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എല്ലാവരും ഇന്നത്തെ ചെയ്യാന്ന് പറയുന്ന സമയത്ത് am I able to do it or not. So you're always wired ഓക്കെ ഇത് വർക്കായില്ല അടുത്ത പോകുന്നൊക്കെ ഇതിലായിട്ട്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഇപ്പം നമ്മൾ ഒരു സംഭവം ഉണ്ടാവില്ലേ, ടു ഗിവ് എ സ്മോൾ എക്സാമ്പിൾ പറയാനായിട്ടാണെന്ന്, ഞാൻ എന്നും ഒരു സാധനം ചെയ്യാൻ മടിക്കുന്ന സമയത്ത് അത് ചെയ്താൽ എന്താവും എന്നറിയാനായിട്ട് എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. ടു ഗിവ് എ സ്മോൾ ഒരു സ്റ്റോറി പറയാനായിട്ടാണ്, ഞാൻ 12th പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ യൂത്ത് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ ഒരു ഗിത്താർ ഉണ്ടായി. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഗിത്താർ കാണുന്നത്. അപ്പം ഞാനിങ്ങനെ ഗിത്താർ എടുത്തിട്ട് ഇങ്ങനെ വെറുതെ ഇതാക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഐ ഡെയർ യു, പറ്റുകയാണെന്നുണ്ടെങ്കിൽ നീ ഗിത്താർ എടുത്തിട്ട് പാട്ട് പാടുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ 12th ആണ്, ഈഗോ ഫ്രണ്ട്സ് ഇതൊക്കെ ആയിട്ട് വരികയാണ്. ഞാൻ പാടുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവൻ പോയിട്ട് നേരെ ടീച്ചർ കോർഡിനേറ്റർ അടുത്ത് പോയിട്ട് പറഞ്ഞു ഇങ്ങനെ റിസ്വാൻ പാട്ട് പാടാൻ വരികയാണ്, ഗിത്താറൊക്കെ എടുക്കുന്നത്. ഫുൾ ഓളം യു ക്യാൻ തിങ്ക് ഓഫ് ലൈക്ക് പേരൻസ് സ്കൂളിലൊക്കെ ആയിട്ട് ഒരു 10,000 ആൾക്കാർ സ്റ്റേജിലുണ്ട്. ഞാൻ സ്റ്റേജിൽ കയറുകയാണ്. അന്ന് തൈക്കുടം പിടിച്ചിന് മറ്റേ പാട്ടൊക്കെ ഇറങ്ങിയ സമയമാണ്. ഞാൻ സ്റ്റേജിൽ കയറിയിട്ട് ഐ ആം തിങ്കിങ് എന്ത് അയ്യോ ഞാൻ പെട്ട് സംഹൗ ഐ ഹാവ് ടു ഡു ദിസ് എന്നുള്ളതല്ലോ. സ്റ്റേജിൽ കയറി ഗിത്താർ എടുത്ത് ഐ ഡോണ്ട് നോ ഇഫ് എനിബഡി കുഡ് ഡു വേഴ്സ് ദൻ ദാറ്റ്. ഞാനവിടെ കയറിയിട്ട് ഐ ഡൺ സംതിങ്. പക്ഷേ അന്ന് ഐ തിങ്ക് ഐ കോൺകേർഡ് മൈ ബിഗ്ഗസ്റ്റ് ഫിയർ. ഞാനത് കഴിഞ്ഞിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ദ ഫസ്റ്റ് തോട്ട് ഐ ഹാഡ് വാസ് ഓ ഇത്രയേ ഉള്ളൂ അല്ലേ. ഐ മീൻ എത്ര ബാഡായി കഴിഞ്ഞാലും ലാസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി ഓടി യു ക്യാൻ റൺ ആൻഡ് മേ ബി യു ക്യാൻ തിങ്ക് ഓഫ് ഓക്കെ ഞാൻ ഇനി എന്ത് ചെയ്യുന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ഐ തിങ്ക് ഫ്രം ദെൻ ഓൺവേർഡ്സ് ഐ തിങ്ക് ഐ സ്ലോലി സ്റ്റാർട്ടഡ് റിയലൈസിങ് മൈ ഇപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് ടെഡ് ടോക്ക് വാസ് ദ ടൈറ്റിൽ ജംപ് ഫസ്റ്റ് തിങ് സെക്കൻഡ്. അതിലേക്ക് എത്തുന്നത് സോ വെൻ എവർ യു ആർ സ്കേർഡ് യു ജംപ് ആൻഡ് യു ഡു ആൻഡ് സി ഓക്കെ ഇനിയിപ്പോൾ എന്താ ലൈക്ക് ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റാം അല്ലേ.
So it's just that, it was always about jumping 10 different ideas, 20 different ideas. So especially കോവിഡിൻ്റെയൊക്കെ സമയത്ത് ഞങ്ങൾക്ക് കോവിഡ് കഴിഞ്ഞ് ആ ഫസ്റ്റ് ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ സമയത്ത് നാട്ടിലിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് മാത്രം എന്നും വന്നിട്ട് വൈകുന്നേരം ചായ അടിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ വരുന്ന ആകെ ഐഡിയ സംസാരിക്കാൻ വേണ്ടി മാത്രം. എടാ ഇന്ന ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, ഇന്ന സാധനം സ്റ്റാർട്ട് ചെയ്യാം. ഇതൊന്നും എക്സിക്യൂട്ട് ആവില്ല പലതും. എന്നാൽ ഞങ്ങൾ ചിലത് എക്സിക്യൂട്ട് ചെയ്യും, വർക്കാവില്ല. അങ്ങനെ ഞാൻ കുറേ എണ്ണം ട്രൈ ചെയ്തു, വർക്കായില്ല. കുറേ എണ്ണം ഫ്രണ്ട്സ് വെച്ച് ട്രൈ ചെയ്തു, വർക്കായില്ല. കുറേ എണ്ണം മറ്റു ബിസിനസ്സുകാരോട് ട്രൈ ചെയ്തു, വർക്കായില്ല. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഹാക്ക സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഐ വാസ് ബിൽഡിങ് സംതിങ് വെരി മാസീവ്. ഞങ്ങൾ ഫണ്ട് റൈസ് ഒക്കെ ചെയ്തു. വി വർ ട്രൈങ് ടു ബിൽഡ് എ മാർക്കറ്റ് പ്ലേസ് ഫോർ NFTs, ക്രിയേറ്റേഴ്സിനൊക്കെ ആർട്ടിസ്റ്റിനൊക്കെ വേണ്ടി കളക്ട് ചെയ്തിട്ടുണ്ട്. മാസീവ് പ്രോജക്റ്റ്. പക്ഷേ അറ്റ് വൺ പോയിൻ്റ് ഐ റിയലൈസ്ഡ് ഞാൻ ആ കമ്പനിക്ക് പറ്റിയ റൈറ്റ് CEO അല്ല. ബിക്കോസ് ഞാൻ എത്ര 6 മാസം ഞാനിരുന്ന് പഠിച്ചു, ട്രൈ ചെയ്തു, പല സംഭവം ചെയ്തു. പക്ഷേ സംവെയർ എനിക്ക് ആ ഒരു വിഷനോടും ആ ഒരു പ്രൊഡക്റ്റിനും മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഇത് പോകാനോ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ക്വിറ്റ് ചെയ്യാണ്. ലൈക്ക് അണ്ടർസ്റ്റാൻഡിങ് ഐ എം നോട്ട് കേപ്പബിൾ ടു ബിൽഡ് ബിസിനസ്സസ്, ഐ എം നോട്ട് കേപ്പബിൾ ടു റൺ തിങ്സ്. സോ ഞാൻ ചിന്തിക്കുന്നത് ഓക്കെ, ഐ വിൽ ടേക്ക് എ ബ്രേക്ക്. ഞാൻ ബ്രേക്ക് എടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ജോബ് ക്വിറ്റ് ചെയ്യാണ്. ജോബ് ക്വിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുന്നത് ഐ വാസ് ഫീലിംഗ് വെരി ഗുഡ് അറ്റ് ഡൂയിങ് പോഡ്കാസ്റ്റ്, ക്രിയേറ്റിംഗ് കോണ്ടന്റ്. സോ ഞാനത് ചിന്തിക്കുന്നത് ഓക്കെ, അടുത്തൊരു 1 വർഷമോ 2 വർഷമോ ഞാൻ കണ്ടന്റ് ചെയ്തിട്ട് ഇഫ് ഐ കൻ ഡൂ സംതിങ് ഞാനത് ഫിഗർ ഔട്ട് ചെയ്യാനായിട്ട് പോകുകയാണെന്നുള്ളത്. ബിക്കോസ് ഐ വാസ് എൻജോയിങ് ദാറ്റ്. ഞാൻ അവിടുന്ന് ലിറ്ററലി പറയാമെന്ന് വെച്ചാൽ ഫൈനലി ഞാൻ അവിടുന്ന് ഓടുകയാണെന്നൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം. So how do you got the idea content ആണ് എൻ്റെ മെയിൻ? ഇറ്റ് വാസ് ടു ബി ഓണസ്റ്റ് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു ബാഡ് ഫേസ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടന്റിലേക്ക് വരുന്നത്. സോ ഐ വാസ് ഗോയിങ് ത്രൂ 2020 എന്ന് പറയുന്ന ഒരു ഇയർ, കോവിഡിൻ്റെ ആ ഒരു ടൈം, 20 എന്ന് പറയുന്ന ഒരു ടൈം വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ. ഐ വാസ് ഗോയിങ് ത്രൂ ആങ്സൈറ്റി, ഗ്രീഫ് ഇഷ്യൂസ്, തെറാപ്പി ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. ആൻഡ് ആ സമയത്ത് എൻ്റെ അടുത്ത് തെറാപ്പിസ്റ്റ് പറഞ്ഞൊരു സംഭവമാണ് ലാസ്റ്റ്, ഐ തിങ്ക് Rizwan, യു ഷുഡ് ഫൈൻഡ് സംതിങ് ദാറ്റ് യു വോണ്ട് ടു ഡു ഇറ്റ് ഫോർ എ ലോങ് ടൈം. എന്തെങ്കിലുമൊക്കെ സ്റ്റേബിളായിട്ട് ചെയ്യണം. എല്ലാം തുടങ്ങി ക്വിറ്റ് ചെയ്ത് പൊട്ടിയാൽ മാത്രം പോരാ, സംതിങ് യു ഷുഡ് ഡു. അങ്ങനെ ഞാനൊരു നാട്ടിലൊരു കഫേയിൽ ഇരിക്കുന്ന സമയത്ത് 2 ചെറിയ കുട്ടികൾ, അന്ന് പല ഇങ്ങനെ ചാനൽസൊക്കെ തുടങ്ങുന്ന സമയമാണല്ലോ കോവിഡിൻ്റെ സമയത്ത്, 2 കുട്ടികൾ എന്നിട്ട് വന്നിട്ട് ചോദിച്ചു യൂട്യൂബർ ആണോ, ഔട്ട് ഓഫ് ബ്ലൂ. അപ്പോൾ ലൈക്ക് വൈ വുഡ് ദിസ് പേഴ്സൺ ആസ്ക് മീ യൂട്യൂബർ ആണോ? ഞാൻ ഈ സെറൻഡിപ്പിറ്റിയിലൊക്കെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. സെറൻഡിപ്പിറ്റി എന്നൊക്കെയുള്ള ഇതിലൊക്കെ ആയിട്ട്. സോ ഐ തോട്ട് ദാറ്റ് വാസ് എ സൈൻ ദാറ്റ് എന്താ പറയുക, യൂട്യൂബർ ആണോ എന്നുള്ള ചോദ്യം വാസ് ഓക്കെ, ഇറ്റ് വാസ് ലൈക്ക് യു ഷുഡ് ഒരു സംഭവം വന്നുള്ളതിലായിട്ട്. അങ്ങനെ ഞാൻ പോയിട്ട് ഡിസൈഡ് ചെയ്യാണ്. ഇത് ഡിസംബറിലാണ് നടക്കുന്നത്. തീരുമാനിക്കുകയാണ് ജനുവരി തൊട്ടിട്ട് എല്ലാ ആഴ്ചയും ഞാനൊരു വീഡിയോ എനിക്ക് വേണ്ടിയിട്ടായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യും. ലൈക്ക് ഐ ഹാഡ് എ ലോട്ട് ഓഫ് സ്ട്രഗിൾ വെൻ ഐ വാസ് ഗോയിങ് ത്രൂ മൈ മെൻ്റൽ ഫേസ്. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ മാത്രമല്ല, എൻ്റെ വീട്ടിലുള്ള എൻ്റെ കൂട്ടുകാർ, ഇവരൊക്കെ ഇത് ഗോ ത്രൂ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ശരിക്കും ഇതിൻ്റെ അവയർനെസ് ഇല്ല. സോ മൈ ഫസ്റ്റ് തോട്ട് വാസ് ഓക്കെ, ഞാൻ ഗോ ത്രൂ ചെയ്ത് എൻ്റെ എക്സ്പീരിയൻസസ് ഐ ഷെയർ എവറി വീക്ക്, ഐ ഡു സംതിങ്. അങ്ങനെയാണ് കോണ്ടന്റിലേക്ക് വരുന്നത്. പിന്നെ ഒരു പോയിന്റിൽ ഞാനൊരു സ്ഥലത്ത് ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പോയ സമയത്ത് ഐ മെറ്റ് ഫ്രണ്ട്സ്. അപ്പം അന്ന് മലയാളത്തിൽ പോഡ്കാസ്റ്റുകൾ ഇല്ല, ഒരു ചെറിയ കമ്മ്യൂണിറ്റി ഉണ്ട്. പക്ഷേ അന്ന് സമീർ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട്, ആഫ്റ്റർ ആസ് മലയാളീസ് എന്ന് പറഞ്ഞിട്ടൊരു പോഡ്കാസ്റ്റിൻ്റെ ഫ്രണ്ട്, അവരുടെ അടുത്ത് പറഞ്ഞു ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടെ പോഡ്കാസ്റ്റ് ആണ് ഇതിന് മലയാളത്തൊക്കെ. ഐ വാസ് വെരി ക്യൂരിയസ്, മലയാളത്തിൽ പോഡ്കാസ്റ്റോ എന്നുള്ള ഇതിലായിട്ട്. ഞാൻ ഭയങ്കര പോഡ്കാസ്റ്റ് ആൻഡ് ബുക്ക് ബഫായിരുന്നു ആ സമയത്ത്. സോ എൻ്റെ എന്നും ഉണ്ടായിരുന്നൊരു ഡ്രീമാണ് എന്തെങ്കിലും ലൈഫിലൊരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഞാൻ ഐ അണ്ടർസ്റ്റുഡ് മലയാളത്തിൽ പോഡ്കാസ്റ്റുകളില്ല. അപ്പോൾ ഇപ്പം പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ റൈറ്റ് ടൈം. അങ്ങനെ ഞാൻ പോയിട്ട് പെട്ടെന്ന് അഗെയിൻ അനൗൺസ് ചെയ്യാണ് ഞാൻ നെക്സ്റ്റ് വീക്ക് പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ചിന്തിക്കണം ഈ പോഡ്കാസ്റ്റ് പേര് തുടങ്ങുക. അങ്ങനെ പോഡ്കാസ്റ്റ് സ്റ്റാർട്ടായി. ആൻഡ് ഐ ലവ് ദാറ്റ് പ്രോസസ്. ലൈക്ക് ഞാൻ എൻ്റെ ലൈഫിലെ ഫസ്റ്റത്തെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഇസ് ലൈക്ക് ഞാനൊരു 6 മാസം കംപ്ലീറ്റ്ലി ഓഫ് ഇൻ്റർനെറ്റ് ആയിരുന്നു. നോ ഇൻസ്റ്റഗ്രാം, നോ വാട്സാപ്പ്, നത്തിങ്. സോ ആ സമയത്ത് ഞാനിങ്ങനെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ ക്ലിപ്പ് ചെയ്യുമായിരുന്നു, ഡോക്യുമെൻ്റ് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ ആ ഇതെടുത്തിട്ട് ഡിയർ 2020 താങ്ക് യു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തു. അപ്പോൾ ആ വീഡിയോൻ്റെ എൻഡിൽ ഒരു ഫെയ്ഡ് കൊടുക്കണം. ഞാൻ അന്ന് വരെ പ്രീമിയർ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ പ്രീമിയറൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് അപ്പോൾ നമ്മളിങ്ങനെ ബ്ലാക്ക് ആയിട്ട് പോയില്ലേ ലാസ്റ്റ്, ഒന്നുമില്ല, ആ സാധനം വലിച്ചിട്ട് താക്കേ വേണ്ട ഒരു കീനോട്ട് അല്ലേ. ഇത് ഞാൻ പഠിക്കേണ്ടിയിട്ടായിട്ട് ഞാനൊരു 3-4 മണിക്കൂർ യൂട്യൂബിലൊക്കെ നോക്കി സ്പെൻഡ് ചെയ്തൊക്കെ ചെയ്തിട്ട് വൺസ് ഇത് ബ്ലാക്ക് ആയപ്പോൾ എനിക്കൊരു ഹൈ കിട്ടി. ആ ഹൈ കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ദിസ് ഇസ് സംതിങ് ഐ വുഡ് ലവ് ടു ഡു. അങ്ങനെയാണ് കോണ്ടന്റിൽ സ്റ്റിക്ക് ഓൺ ആവുന്നത്. ബട്ട് ഐ തിങ്ക് ദ പ്രിക്കേഴ്സർ ടു ദാറ്റ് വാസ് ഞാൻ പ്രീവിയസ്ലി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കമ്പനിയിൽ
ഐ വാസ് വർക്കിംഗ് ദെയർ അലോങ് സൈഡ് ദാറ്റ് ഐ വാസ് ക്രിയേറ്റിംഗ് വീഡിയോസ്. സോ അവിടെ ഉള്ള സമയത്ത് ഏകദേശം ഒരു 5,000+ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കമ്പനിക്ക് വേണ്ടിയിട്ടായിട്ട്. അപ്പോൾ സ്റ്റാർട്ടിംഗ് ഫേസിലുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല, ക്യാമറ ഫേസ് ചെയ്യുന്നത് സംസാരിക്കണം. സോ ഇറ്റ് വാസ് നാച്ചുറൽ ഫോർ മീ. സെയിം. ഇപ്പോൾ എൻ്റെ സ്റ്റോറി ഇങ്ങനെയൊക്കെ തന്നെയാണ്. ലൈക്ക് കോർപ്പറേറ്റ് ജോലിയുടെ ഫ്രസ്ട്രേഷൻ ഇറക്കാൻ വേണ്ടി ഞാൻ ട്രാവൽ ചെയ്ത് തുടങ്ങി. ആൻഡ് ട്രാവൽ കണ്ടന്റ് നമ്മൾ അത് വീഡിയോ ആയി കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഹൈ ഉണ്ടല്ലോ, അങ്ങനെയാണ് ഞാനും ഈ കോണ്ടന്റ് ക്രിയേഷനിലോട്ട് വന്നത്. പിന്നെ ഈ സാധനം വിടാൻ തോന്നുന്നില്ല. There is a high that creativity brings in. The creativity is never about, it is never about what you create. It is about that entire process. Like എനിക്ക് തോന്നുന്നു ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഐ തിങ്ക് എവറിബഡി ഈസ് എൻ ആർട്ടിസ്റ്റ്, എവറിബഡി ഈസ് എ ക്രിയേറ്റർ. പക്ഷേ ദ മൊമെൻറ്റ് ദ ഡേ ദറ്റ് ദേ അണ്ടർസ്റ്റാൻഡ് അതിൻ്റെ ഒരു ഹൈ ഉണ്ടല്ലോ, ലൈക്ക് നമ്മളൊരു സാധനം ഫിഗർ ഔട്ട് ചെയ്തു, അല്ലെങ്കിൽ സേ ഒരു ആംഗിളിൽ നമ്മളൊരു ക്യാമറ ഒക്കെ വെച്ച് അത് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി, അല്ലാതെ നമ്മളൊരു ഔട്ട് എടുത്തിട്ട് ഒരു എഫക്ട്സ് ക്രാക്ക് ചെയ്തു, അല്ലെങ്കിൽ ഒരു വീഡിയോ ഔട്ട് എടുത്തിട്ട് അത് കാണുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഇത് കൊള്ളാം, ദാറ്റ് എന്നിട്ട് നമ്മൾ ചിന്തിക്കണം, ഇത് ചെയ്യാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടു, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ഇത് ഇത്ര ഉണ്ടോ. ആ റിയലൈസേഷൻസ്, ആ പ്രോസസ്, വൺസ് യു get a hit of it, it's very difficult to go back. You just want to go back, you just want to go to it. ഞാൻ ലാസ്റ്റ് 3 year plus ആയിട്ട് ഹാക്കയിൽ ഫുള്ളി ഇൻവെസ്റ്റഡ് ആണ്. When I started Hacker, I had to take a break. ഞാൻ കണ്ടന്റ് ക്രിയേറ്റീവ് ആയിരുന്നു, I was doing 10 things at that time. പക്ഷേ ഒരു പോയിന്റിൽ I realized that was the biggest mistake I was doing. I was creating content, I was building this business, I was building that business, I was building this thing. ഞാൻ ചെയ്യാത്തായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. My time was everywhere. Like സേ ഒരു 6 hour അല്ലെങ്കിൽ ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ ഉറങ്ങുന്ന മാറ്റി വെച്ചാൽ എവറി ടൈം ഐ വാസ് വർക്കിംഗ്. ആൻഡ് വൺസ് ഹാക്ക ലോഞ്ച് ആയി വന്ന സമയത്ത് ഐ റിയലൈസ് ദ ഫാക്ട് ദാറ്റ് വാസ് മൈ ബിഗ്ഗസ്റ്റ് വീക്ക്നെസ്. സോ ഐ ഹാഡ് ടു ഫിക്സ് ഇറ്റ്. സോ ഹൗ ഡു യു ഫിക്സ് ദാറ്റ്? പേഴ്സണൽ ലൈഫും വർക്ക് ലൈഫും തമ്മിൽ ആ ഒരു പോയിന്റിൽ മനസ്സിലായെന്ന് പറയുന്നു. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് പേഴ്സണൽ ലൈഫ് ആൻഡ് ഇതല്ല, പ്രൊഫഷണൽ അല്ല. ഐ റിയലൈസ് ദ ഫാക്ട് ദാറ്റ് ഐ എം ബിൽഡിംഗ് എ ബിസിനസ് ആൻഡ് ഐ നീഡ് ടു ഗോ ഓൾ ഇൻ ഓൺ ദാറ്റ്. ഫുൾ ഫോക്കസ്. അപ്പോഴേ അവിടെ ഗ്രോത്ത് ഉണ്ടാവുന്നുള്ള സാധനം എനിക്ക് മനസ്സിലായി. സോ ഐ പുട്ട് എ ബ്രേക്ക് ഓൺ ക്രിയേറ്റിംഗ് കോണ്ടന്റ്, പോഡ്കാസ്റ്റ്, ഓൾ ഓഫ് ദാറ്റ്. 1.5-2 വർഷത്തോളം സീറോ കോണ്ടന്റ്, കംപ്ലീറ്റ് സീറോ. ഫുള്ളി ഇൻ ടു ബിസിനസ് ആയിരുന്നു, ഫുള്ളി ഇൻ ടു ബിൽഡിംഗ് പ്രോഡക്ട്സ്, ഫുള്ളി ഇൻ ടു ബിൽഡിംഗ് ടീംസ് ആയിരുന്നു. ആൻഡ് നമ്മളും അങ്ങനെയാണ് ഗ്രോ ആയി വന്നതുണ്ടായിരുന്നതും. ഐ തിങ്ക് റൈറ്റ് നോ വി ആർ അറ്റ് 3 years. ദ ടീം സൈസ് ഇസ് അറൌണ്ട് 180. നമ്മൾ ഫസ്റ്റ് ഇയർ കഴിയുമ്പോഴേക്ക് വി വെയർ അറൌണ്ട് 15 people. സെക്കൻഡ് ഇയർ കഴിയുമ്പോൾ വി വെയർ അറൌണ്ട് 50 or 60 people. അറ്റ് ദ മൊമെന്റ് വി ആർ അറ്റ് 180, ഓൾമോസ്റ്റ് 180. സോ അങ്ങനെയാണ് ടീം ഗ്രോ ചെയ്ത് വന്നതായിക്കോട്ടെ, പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, ആക്കെ അങ്ങനെയാണ് ഗ്രോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇറ്റ് വാസ് ലൈക്ക് എ ഗുഡ് ഗ്രോത്ത്, ഗുഡ് ഇനഫ് ഗ്രോത്ത് ആയിരുന്നു. ആൻഡ് ഇറ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ പ്രോബ്ലംസ്. ഗ്രോത്ത് കൊണ്ടുവരുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. സോ ഐ റിയലൈസ്ഡ് ആ പ്രോബ്ലംസിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു സ്ഥലത്തിട്ട് പോകാൻ നിന്ന് കഴിഞ്ഞാൽ ഐ തിങ്ക് കമ്പനി വോണ്ട് ഗ്രോ. സോ ഹൗ ഡു യു മാനേജ് ദാറ്റ്? ഇപ്പോൾ പറഞ്ഞു ബ്രോ പലയിടത്ത് ഇൻവെസ്റ്റഡ് ആണ്, സോ യു കുഡൻ ഫോക്കസ് ഓൺ ഗ്രോത്ത്. So how did you manage the other stuff? You completely stopped? I completely stopped. Like I chose one priority. One thing I'm going to do, say for the next 365 days, or for the next 12 months, or for X days. I chose to focus that. And ഞാൻ അത് ഫോക്കസ് ചെയ്ത് വന്ന സമയത്ത് I started seeing the change. അപ്പോൾ എനിക്ക് മനസ്സിലായി, if I can do this for I can say another 6 months, കുറച്ചുകൂടി ഗ്രോ ആവും. And after 2 years, I think നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഒരു 3-4 months ആയിട്ടുണ്ടാവും, I kick started the podcast again. Reason being, I was missing it. Like ഞാൻ ഫുള്ളി ഇതിലോട്ടായിട്ട് എൻ്റെ of course business and everything has grown, but at the same time I had to, എനിക്കൊരു ഔട്ട്ലെറ്റ് വേണമല്ലോ, like where you have so many things to vent out, talk, express and explore and everything. I was missing that. എനിക്ക് ആ ഹൈ മിസ്സിങ് ആയിരുന്നു, creation, all of that. Business is also creation, it is also art, it is also creativity, but at the same time I think something personal should also be there. അങ്ങനെ I think at a point where I realized, okay, now I can invest a little bit of time into this as well. ഞാൻ അതിന് വേണ്ടിയിട്ടായിട്ടും സിസ്റ്റംസ് ബിൽഡ് ചെയ്തു. ഇപ്പോൾ അധികം ഫോക്കസ് ആയിട്ട് പോവാണ്. സോ നൗ ഐ എം, ഇപ്പോൾ പറയുകയാണെന്ന് വെച്ചാൽ നൗ ഐ എം എന്താ പറയുക, ഫൈൻഡിങ് അനദർ വേ ടു എക്സ്പ്രസ് മൈ അതർ സൈഡ്, പേഴ്സണൽ സൈഡ് ഓൾസോ, അല്ലെങ്കിൽ ടേക്ക് അവേസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസസ് ഓൾസോ അലോങ് വിത്ത് പ്രൊഫഷണൽ. പക്ഷേ വൺ തിങ് അറ്റ് എ ടൈം. അഗെയിൻ
That is right now what I do. Okay. So before that ഞാൻ ഉണ്ടാക്കിയ മെയിൻ മിസ്റ്റേക്ക് വാസ് 10 thing at a time. Because like എനിക്ക് 10 ഒരേപോലെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഐ വിൽ ബി ഗ്രോയിങ് ഫാസ്റ്റർ. ബട്ട് Okay. You could have delegated it, no? ഓഫ് കോഴ്സ് പക്ഷെ അന്ന് എനിക്ക് അതിനുള്ള റിസോഴ്സസ് ഇല്ല. Okay. Like you don't have means when you can delegate അല്ലെങ്കിൽ ഇപ്പം that was like recently I reached a point where I could do that. Okay. Till then it was all about ഇല്ല ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസിൽ അല്ലെങ്കിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് റിസോഴ്സ് വേസ്റ്റ് ആയിട്ട് ഹൗ ക്യാൻ യു പുൾ തിങ്സ് ഓഫ്. ആൻഡ് വി ആർ നോട്ട് എ ഫണ്ടഡ് കമ്പനി. Okay. സോ ഫാർ കംപ്ലീറ്റ്ലി ബൂട്ട് സ്ട്രാപ്ഡ് ആണ്. സോ ഇറ്റ് ഈസ് ഓൾവേസ് റീഇൻവെസ്റ്റിംഗ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. ആൻഡ് ഇപ്പം കമ്പനി എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാലും വി ആർ നോട്ട് ദ ഹയസ്റ്റ്. ഇപ്പം ഫൗണ്ടേഴ്സ് ആർ നോട്ട് ദ ഹയസ്റ്റ് സാലറീഡ് ആയിട്ടുള്ള എംപ്ലോയീസ് അല്ല, ആയിട്ടുള്ള ആൾക്കാരല്ല. വി ഹാവ് വെരി ഗ്രേറ്റ് ടാലൻസ്, ഗുഡ് പീപ്പിൾ കമ്മിങ് ഇൻ. സോ ദ തിങ് ഈസ് യു ഹാവ് ടു സെറ്റ് എ ബെഞ്ച് മാർക്ക്, യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യു പീപ്പിൾ, ഓൾ ഓഫ് ദാറ്റ്. സോ ഐ തിങ്ക് more than delegating that, at that point I think ഇപ്പോൾ ഞാൻ അന്ന് ചിന്തിക്കുകയാണ് ലൈക്ക് എനിക്ക് ഇതും കൂടെ വേണം ചിന്തിക്കേണ്ടതെങ്കിൽ maybe I would figure it out. But at that point it was all about okay no this. സത്യം പറയുമ്പോൾ ഞാനും പൊക്കോണ്ടിരിക്കുന്ന പല സ്റ്റേജിലൂടെയാണ് ഇപ്പോൾ ലൈക്ക് ഐ ക്യാൻ സീ മൈസെൽഫ് ഇൻ യുവർ സ്റ്റോറി. സോ ഈ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന പോലെ 5 കുതിരയുടെ വീലിൽ ഒരുമിച്ച് ഓടുന്ന അവസ്ഥയാണ്. പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അക്കാഡമി ഉണ്ട്, നമ്മുടെ വർക്കുകളുണ്ട്, പോഡ്കാസ്റ്റ് ഉണ്ട്. സോ അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ലൈക്ക് how do you manage the yeah, how do you manage these steps? I think ഒന്ന് you can't stress enough on team, like you can't stress more. Okay. എത്രത്തോളം റൈറ്റ് ആയിട്ടുള്ള നല്ല ടാലൻസ് നമ്മുടെ കൂടെ നമ്മൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ പോകും. ദ തിങ് ഇസ് എന്നും പല ആൾക്കാരും പറയുന്ന സമയത്ത് ഞാൻ റീസെൻ്റ്ലി ഉണ്ടായിരുന്നു തിരിച്ചറിഞ്ഞ ഞാൻ ഇപ്പോൾ തിരുത്തുന്ന സംഭവമാണ്. പീപ്പിൾ കം ആൻഡ് സേ ദാറ്റ് യു ഹാവ് ബിൽഡ് എ കമ്പനി. ഞാൻ പറയും ഇല്ല, ഐ ഡിഡ്ന്റ് ബിൽഡ് എ കമ്പനി, ഐ ബിൽഡ് എ ടീം ആൻഡ് ടീം ബിൽഡ് എ കമ്പനി. സോ മൈ ജോബ് ആസ് എ ഫൗണ്ടർ ഇസ് ടു ബിൽഡ് ദ റൈറ്റ് ടീം. റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരിക, അവർക്കുള്ള റൈറ്റ് എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് യെസ് ഓഫ് കോഴ്സ് വിഷൻ, കൾച്ചർ, ഓൾ ഓഫ് ദാറ്റ് ഇസ് ദെയർ. സോ നമ്മുടെ ജോബ് എന്ന് വെച്ചാൽ ആൾക്കാരെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് വെൻ ഐ സേ ആൾക്കാരെ ബിൽഡ് ചെയ്യുക, യുവർ ജോബ് ഇസ് നോട്ട് ടു ഗെറ്റ് ദ ബെസ്റ്റ് പേഴ്സൺ ആൻഡ് ദ ബെസ്റ്റ് ഇൻഡസ്ട്രി. അങ്ങനെയല്ല. ചിലപ്പോൾ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല, ചിലപ്പോൾ കമ്പനിക്ക് അത് ആവശ്യം ഉണ്ടാവണമെന്നില്ല. മേ ബി ദ ബെസ്റ്റ് ടാലൻറ്റ് ഇൻ എ പെർട്ടിക്കുലർ ഇൻഡസ്ട്രി ഒരിക്കലും ചിലപ്പോൾ നമ്മുടെ കമ്പനിയിൽ ഫിറ്റിനായിരിക്കണം എന്നില്ല. സോ നമ്മുടെ ജോബ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ടീമിൽ നമ്മുടെ പേർപ്പസിനെ അലൈൻ ചെയ്തിട്ട് പോകുന്ന ബെസ്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവന്നിട്ട് അയാളെ ഗ്രോ ചെയ്ത് കൊണ്ടുവരുന്നുള്ളതാണ്. ആൻഡ് അത് വൺസ് അതിനോടൊപ്പം റൈറ്റ് ആയിട്ടുള്ള സിസ്റ്റംസും പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. സിസ്റ്റംസ് ഇസ് സംതിങ് ഇന്ന് കേരളത്തിലെ ഓൺട്രപ്രണേഴ്സ് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ടേമാണ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. മോസ്റ്റ് പീപ്പിൾ ഡോണ്ട് നോ വാട്ട് ഇസ് സിസ്റ്റംസ്. സിസ്റ്റംസ് ഇസ് ജസ്റ്റ് സിമ്പിൾ ആസ് ഹൗ ടു ഡു തിങ്സ് ആൻഡ് വൈ ടു ഡു തിങ്സ്. റൈറ്റ്, ഫിക്സിങ് ദീസ് ടു ഫിക്സ് മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലം. സോ നമ്മുടെ ആസ് ഫൗണ്ടേഴ്സ് ജോബ് എന്താ വെച്ചാൽ ഈ സംഭവം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റൈറ്റ് എൻവയൺമെൻറ്റ് അവിടെ റെഡിയാവും. അവിടെ ഒരു ഒരു റൈറ്റ് കൾച്ചർ ആൻഡ് മൈൻഡ് സെറ്റ് കൂടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ we can manage these things. But at the same time again I would still bet on പക്ഷേ നമ്മളെല്ലാവരും അത് most of the people who are building multiple ventures ചെയ്യുന്നൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഒരു മേജറായിട്ടുള്ള സാധനം ബിൽഡ് ചെയ്യുന്നതിന് മുന്നേ അതിനോടൊപ്പം 5 സാധനങ്ങൾ അല്ലെങ്കിൽ ഒരു 3-4 സാധനങ്ങൾ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുള്ളതാണ്. ദാറ്റ് വാസ് എ മിസ്റ്റേക്ക് ദാറ്റ് വാസ് ഡൂയിങ് ബിഫോർ. എന്നാൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ ഐ എം ബിൽഡിങ് 1 pillar ആൻഡ് അതിൽ നിന്നാണ് ബാക്കിയുള്ളത് ബിൽഡ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ് ദിസ് 1 thing can support everything else. മുന്നേക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ 4 പില്ലർ 3 എനിക്ക് സസ്റ്റൈനബിൾ ചെയ്തിട്ട് കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ 3 പൊട്ടും. ഇപ്പം യു ബിൽഡ് 1 thing ആൻഡ് അതിനെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ബാക്കിയുള്ളത്. അതിപ്പോൾ അതിൽ നിന്നുള്ള റവന്യൂ ആയിക്കോട്ടെ, പ്രോഫിറ്റ്സ് ആയിക്കോട്ടെ, മറ്റ് റിസോഴ്സ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഐ ക്യാൻ സപ്പോർട്ട് എവറിത്തിങ് എൽസ്. സോ ദാറ്റ് ദിസ് ഈസ് ഓൾസോ ഗ്രോയിങ്, ദിസ് ഈസ് ഓൾസോ ഗ്രോയിങ്. മേ ബി സ്ലോ ആയിരിക്കാം, പക്ഷേ ഇറ്റ് ഈസ് ഗ്രോയിങ്. മേ ബി അറ്റ് 1 point എന്ത് ചെയ്യും, ദിസ് ക്യാൻ ഓവർ പവർ അല്ലാന്നുണ്ടെങ്കിൽ ഓവർ ഗ്രോ, ഔട്ട് ഗ്രോ ദിസ് എക്സിസ്റ്റിംഗ്. സോ ദിസ് ഇസ് ദ തിങ്, 1 thing at a time. നമ്മൾ സ്റ്റാക്കിംഗ് എന്ന് പറയില്ലേ, നമ്മൾ ഇപ്പം അറ്റോമിക് ഹാബിറ്റ്സ് ബുക്ക് എടുക്കുകയെന്ന് വെച്ചാൽ ഹാബിറ്റ്സ് സ്റ്റാക്ക് ചെയ്യാന്ന് പറയും. സെയിം വേ ഇഫ് യു ബിൽഡിങ് 5 അല്ലെങ്കിൽ 10 different things, stack 1 at a time. ഒരെണ്ണം ബിൽഡ് ചെയ്യാം, അത് ബിൽഡ് ചെയ്തിട്ട് ഒരു പോയിന്റിലെത്തുന്ന സമയത്ത് അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടുള്ള ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു എൻവയൺമെൻറ്റ് സെറ്റ് ചെയ്യാം. ഇറ്റ് ഷുഡ് ഗോ ഓൺ ഇറ്റ്സ് ഓൺ. ദെൻ സേ യു ആർ ഗോയിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ഇതെവിടെയും സ്റ്റോപ്പ് ആവുന്നില്ല, ഇറ്റ് ഷുഡ് ഗോ ഓൺ ഇറ്റ്സ് ഓൺ.
പിന്നെ രണ്ടാമത്തെ നമ്മൾ ഫോക്കസ് ചെയ്യാണ് യു ബിൽഡ് ടു എ പോയിന്റ് വെയർ ഇറ്റ് ക്യാൻ അഗെയിൻ ഗോ ഓൺ ഇറ്റ്സ് ഓൺ ആൻഡ് ക്യാൻ ബി സപ്പോർട്ടഡ് ബൈ ദിസ്. യു റിപ്പീറ്റ് ദിസ്. Say 3-year timeline, 5-year timeline, you might have multiple things. അല്ലെങ്കിൽ maybe you have one single thing that you just focused on that. പക്ഷേ this is how I am doing it at the moment. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ at the moment I have 2 priorities. Every single time 2 പ്രയോറിറ്റിയാണ് that I used to focus. 1 primary, 1 secondary. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് നൗ ഐ എം അറ്റ് എ ഫേസ് വെയർ ഞാൻ എൻ്റെ ലൈഫിൽ ഉണ്ടായതിന് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടാണ് ഞാൻ ഓഫീസിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഐ മീൻ ടു ബി ഓണസ്റ്റ് ഇൻ ദി ഓഫീസ് വെരി ലെസ്. പക്ഷേ ദാറ്റ് ഡസൻ മീൻ ഐ എം നോട്ട് വർക്കിംഗ്. ഞാൻ അറ്റ് ദ മൊമെൻറ്റ് ഞാൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം വെച്ചാൽ ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ബിൽഡിങ് എ ടീം ഇസ് മോർ ഓൺ ദി ഔട്ട് സൈഡ് ദാൻ ദി ഇൻസൈഡ്. അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് കഫേസിലും മറ്റ് സ്പേസസിലൊക്കെ ആയിട്ടാണ് വിത്ത് ദ പീപ്പിൾ ദാറ്റ് ഐ എം ബിൽഡിങ് വിത്ത്. സോ ഓഫീസ് പോകത്തില്ല, മോസ്റ്റ്ലി പുറത്തിരിക്കും, കാര്യങ്ങൾ നടക്കും. സോ ഐ എം ഹാവിങ് ഫൺ, ഐ എം ഹാവിങ് കോൺവെർസേഷൻസ്, ഐ എം ട്രൈ ടു അണ്ടർസ്റ്റാൻഡിങ് ദ ടീം ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. സോ ഐ എം മോർ ഓഫ് ലൈക്ക് ഹാവിങ് ജസ്റ്റ് കോൺവെർസേഷൻസ്, ട്രൈങ് ടു ബിൽഡ് പീപ്പിൾ than working on the inside of the business. In the business alla. Means office is running it on its own. On its own. You're just monitoring things. Yeah. നമ്മളിപ്പോൾ നമ്മളൊരു ടീമിനെ സെറ്റ് ചെയ്യുമ്പോൾ ലൈക്ക് ഒരു കൾച്ചർ ബിൽഡ് ചെയ്തേക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു ടീം കാണും. അവർക്ക് ആ ഒരു കൾച്ചറിലോട്ട് ചിലപ്പോൾ അക്കസ്റ്റം ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും പുതിയ നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കുമ്പോൾ. സോ ഹൗ ഡു യു മാനേജ് ദാറ്റ്? ഡിഫിക്കൽട്ടാണ്. There will definitely be resistance. Because അവര് നമ്മൾ തൊളയിൽ കൈയിട്ടുകൊണ്ട് നടക്കുന്ന ടീംസ്. ഡെഫിനറ്റ്ലി. അതായത് മിക്ക ബിസിനസ് ഓണേഴ്സും ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ്. ഇനീഷ്യൽ ഉണ്ടായിരുന്ന ഒരു ടീം വെൻ ദ കമ്പനി ഗ്രോസ് പുതിയ റിക്വയർമെൻറ്റ്സ് വരും, അഡാപ്റ്റ് ചെയ്യേണ്ടി വരും, ഇവോൾവ് ചെയ്യേണ്ടി വരും, കാര്യങ്ങളൊക്കെ വരും. എന്നാൽ ഇനീഷ്യൽ ഉണ്ടാവുന്ന ആൾക്കാർ മിക്ക കമ്പനീസിലും ഫേസ് ചെയ്യുന്ന സംഭവമാണ് ദേ കാൺട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, റെസിസ്റ്റൻസ് ഉണ്ടാവുന്നുള്ളതാണ്. തിങ് ഇസ് ദർ ആർ 2 ways in which you can fix this. ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അഡാപ്റ്റേഷനിൽ അല്ലെങ്കിൽ എവല്യൂഷനിൽ അവരെയും പാട്ടാക്കുക എന്നുള്ളതാണ്. 2 അവർക്ക് സമയം കൊടുക്കുക എന്നുള്ളതാണ്. അത് യു മേക്ക് ഇറ്റ് വെരി ക്ലിയർ ദാറ്റ് ഇതാണ് നമ്മൾ ചെയ്യുന്നത്, യു ട്രൈ എങ്ങനെ ചെയ്യാം എന്നൊക്കെ ഉള്ളത് ട്രെയിൻ ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. പക്ഷേ ഇറ്റ് ഷുഡൻ ബി ഒരിക്കലും ഒരു 1 way ആയിട്ടുള്ളൊരു മെത്തേഡ് ആവരുത് എന്നുള്ളതാണ്. ലൈക്ക് ദർ ഇസ് എ ബുക്ക് ദാറ്റ് യു ഷുഡ് റീഡ് കോൾഡ് ആസ് ഹൈ ഔട്ട്പുട്ട് മാനേജ്മെൻറ്റ്. ഇൻറ്റലിൻ്റെ ഫൗണ്ടറിൻ്റെ എഴുതിയിട്ടുള്ള ബുക്കാണ്, വർഷങ്ങൾക്ക് മുന്നേ എഴുതിയിട്ടുള്ള ബുക്കാണ്, ഇന്നും റെലവൻ്റ് ആണ്. അയാൾ പറയുന്ന സംഭവം ഒരു മാനേജർക്ക് 2 റെസ്പോൺസിബിലിറ്റി ആണുള്ളത്. 50% ഇസ് ട്രെയിനിങ്, 50% ഇസ് മാനേജ്മെൻറ്റ്. എന്നാൽ മെജോറിറ്റി ഓഫ് മാനേജേഴ്സ് വെൻ ഐ സേ മാനേജേഴ്സ്, ഒരു മാനേജർ ഫൗണ്ടർ മാനേജറാണ്, CEO മാനേജറാണ്, സീസൂട്ടുള്ള ആൾക്കാർ മാനേജറാണ്, മേ ബി മാനേജേഴ്സ് എന്ന് വിളിക്കുന്ന ആൾക്കാർ മാനേജറാണ്, എല്ലാവരും മാനേജേഴ്സാണ്. ഇഫ് യു ഹാവ് സംവൺ ഹൂസ് വർക്കിംഗ് വിത്ത് യു, നമ്മളൊരു മാനേജറാണ്. ഇപ്പോൾ ഒരു മാനേജറുടെ 2 റെസ്പോൺസിബിലിറ്റി ഉള്ളൂ, 50% ട്രെയിനിങ് ആണ്. എന്നാൽ മെജോറിറ്റി ആൾക്കാരും ചെയ്യുന്നത് ഒന്നെങ്കിൽ 90% ട്രെയിനിങ്ങും അല്ലെങ്കിൽ 90% മാനേജ്മെൻറ്റ് ഓർ 100% മാനേജ്മെൻ്റ് ആണ്. ട്രെയിനിങ് എവിടെയും പാട്ടല്ല. സോ യു ഹാവ് ടു ഇൻവെസ്റ്റ് ഇൻ ടെല്ലിങ് പീപ്പിൾ ഹൗ ടു ഡു ഇറ്റ്, ട്രെയിൻ ദം ഹൗ ടു ഡു ഇറ്റ്. ഒരിക്കൽ പറഞ്ഞു കൊടുത്തിട്ട് അത് മനസ്സിലാവാത്തൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ക്രിയേറ്റ് എ പ്രോസസ് ഇൻ വിച്ച് ദേ ക്യാൻ റിപ്പീറ്റഡ്ലി റെഫറൻസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ചെയ്യാം, SOPs ബിൽഡ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞങ്ങൾ ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്. സേ സംതിങ് ഇസ് റിപ്പീറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇപ്പോൾ ജസ്റ്റ് ടു ഗിവ് എ സിമ്പിൾ എക്സാമ്പിൾ, ഞങ്ങൾക്ക് നമ്മുടെ ഒരു ഹെഡ് ഓഫ് മാർക്കറ്റിംഗ് ഉണ്ട്. അപ്പോൾ റീസെൻ്റ്ലി ആൾ ചെയ്ത് കണ്ടിട്ടുള്ളൊരു സംഭവമാണ്, ഇതാരും പറഞ്ഞിട്ട് ചെയ്തതല്ല, സംതിങ് വെരി അപ്രീഷിയേറ്റബിൾ ആയിട്ട് സംഭവമാണ്. ആൾ യൂട്യൂബിൻ്റെ ഒരു ജസ്റ്റ് വീട്ടിൽ പോയിട്ട് രാത്രി വീട്ടിലിരുന്നിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിൽ നിന്ന് ഇങ്ങനെയൊക്കെയാണ് അനലിറ്റിക്സ് കാര്യങ്ങളൊക്കെ നോക്കാന്നുള്ള സാധനങ്ങളൊക്കെ ജസ്റ്റ് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് 1 മണിക്കൂറിൻ്റെ 2 വീഡിയോസ് പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് കൊടുക്കുകയാണ്. റൈറ്റ്. ഇത് വൈ വുഡ് ഹീ ഡു ഇറ്റ്? സിമ്പിളാണ്. നാളെ മേ ബി കൂടുതൽ ആൾക്കാർ വരാം. എവറി ടൈം ഹി ഓർ ഷീ കൻ നോട്ട് ടെൽ ദാറ്റ് സെയിം തിങ്, എക്സാക്ട് തിങ്. മേ ബി പറഞ്ഞു കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ വരാക്കുന്നുണ്ടാവും, ഡൗട്ട് ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യാണ്? ഇത് റെഫർ ചെയ്യാണ്. സോ ദീസ് ആർ SOPs അല്ലെങ്കിൽ ദീസ് ആർ സിസ്റ്റംസ്. ഇതിലുള്ള ഇങ്ങനെ എന്ത് ചെയ്യാണ് നമ്മൾ? വി ആർ എംപവറിങ് പീപ്പിൾ ടു do things better. We are telling them how to do it, maybe once, maybe twice, maybe thrice, till they understand. ഒരു പോയിന്റിൽ യു റിയലൈസ് ദാറ്റ് അവർക്ക് അവരുടെ സ്ട്രെങ്ത്തും കമ്പനിക്ക് വേണ്ട സ്ട്രെങ്ത്തും അല്ലെങ്കിൽ ആ ഒരു റോളിലുള്ള സ്ട്രെങ്ത്തും അറിയുന്നതിന് പോകുന്നില്ല. ഇഫ് യു ഫീൽ ദാറ്റ് ഇറ്റ്സ് ബെറ്റർ ഇഫ് ദേ ക്യാൻ പുട്ട് ദെയർ സ്ട്രെങ്ത് ഇൻ എ ഡിഫറെൻറ്റ് പ്ലേസ്, ഐ തിങ്ക് ദ ബെസ്റ്റ് തിങ് ദാറ്റ് യു ക്യാൻ ഡു ഇസ് ലെറ്റ് ദം ഡു ഇറ്റ്. അതായത്
ഓഫ് കോഴ്സ് നമ്മളെ കൂടെ ഫസ്റ്റ് ഉണ്ടായിരുന്ന ആൾക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. യു ഹാവ് ടു ഹാവ് ദറ്റ് കമ്മിറ്റ്മെൻറ്റ്, കടപ്പാടൊക്കെ വേണം. പക്ഷേ ഐ തിങ്ക് യു ആർ ആക്ച്വലി മേക്കിംഗ് ദി അതർ പേഴ്സൺ ഫീൽ മച്ച് ഇൻസെക്യൂർ. ലൈക്ക് അത് അവരും അവിടെ നിൽക്കുന്നതിൻ്റെ ഒരു റീസൺ ബീങ് വാസ് ഓർ തിങ്കിങ് ഇസ്, ഞാനിവിടെ ആദ്യം തൊട്ടേ ഉണ്ട് കമ്മിറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. പക്ഷേ ആസ് എ മാൻ ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു കോൺട്രിബ്യൂട്ട്, ആസ് എ മാൻ എന്ന് പറയുന്ന സമയത്ത് ഐ എം നോട്ട് സേയിങ് മെൻ വുമൻ അല്ല, ആസ് എ ഹ്യൂമൻ ബീങ് ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു കോൺട്രിബ്യൂട്ട് to a purpose, I think that makes you feel very insecure and that drains you, that kills you. And it's much better if you can create a path for them. അത് അവർക്ക് തോന്നുകയാണ് ഓക്കെ ഐ ഫീൽ മച്ച് ബെറ്റർ ഹിയർ, ഐ എം ബെറ്റർ ഹിയർ. ആൻഡ് ചില ആൾക്കാർക്കുള്ള സ്കിൽസ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സം പീപ്പിൾ ആർ എക്സ്ട്രീംലി ഗുഡ് അറ്റ് ടേക്കിംഗ് എ കമ്പനി ഫ്രം 0 to say 1. അവരുടെ ഏറ്റവും സ്ട്രെങ്ത് അല്ലെങ്കിൽ എക്സ്പെർട്ടീസ് എന്ന് പറയുന്നത് അതായിരിക്കും. എന്നാൽ ചില ആൾക്കാർ 1 to 10 ചില ആൾക്കാർ 10 to 100 ഇവർ ഇവിടെ ഫിറ്റിനാവുള്ളൂ. ആൻഡ് അവരവിടെ ദ ബീസ്റ്റ് ആയിരിക്കും. പക്ഷേ അത് അവരെടുത്തിട്ട് ഇപ്പുറത്തേക്ക് മാറ്റാൻ വെച്ചാൽ ഒന്നെങ്കിൽ അവരതിന് ഗ്രോ ആവണം, ഇതിലേക്കായിട്ടാവണം, അല്ലാത്ത പക്ഷം അവരത് മാറ്റണം. റെസിസ്റ്റൻസ് എന്തായാലും ഉണ്ടാവും. പക്ഷേ ദ മൊമെന്റ് യു അണ്ടർസ്റ്റാൻഡ് വൈ, ഐ തിങ്ക് തിങ്സ് ഗെറ്റ് ഇൻ ടു മച്ച് ബെറ്റർ പ്ലേസ്. സോ വാട്ട് ഐ ഡു അറ്റ് ദ മൊമെന്റ് ഇസ് ഞങ്ങൾക്ക് ഉണ്ടാകുന്നുള്ളതാണ് ടീമിനെ ഇതിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതാണ്. സോ മോർ ഓഫ് ലൈക്ക് ഇപ്പം എനിക്ക് വന്നിട്ട് ഇത് ചെയ്യണം എന്ന് പറഞ്ഞതിനേക്കാളും വി ഹാവ് ദിസ് പ്രോബ്ലം, വി നീഡ് ടു സോൾവ് ദിസ്. നമ്മളെങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യാം, വി ക്യാൻ ഡു ദിസ്. വി ഫോളോ എ റൂൾ കോൾഡ് ആസ് 1-3-1. ആര് എന്ത് പ്രോബ്ലം കൊണ്ടുവരാണെന്നുണ്ടെങ്കിലും ദാറ്റ് ഇസ് 1. 3 സൊല്യൂഷൻസ് അയാൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് അതിൽ നിന്നൊരു റെക്കമെൻഡേഷൻ ഉണ്ടായിരിക്കണം. സോ എനി ഡിസ്കഷൻ ദാറ്റ് വി ആർ ഹാവിങ് ഇറ്റ്സ് ലൈക്ക് എടാ നമുക്ക് ഈ പ്രോബ്ലം ഉണ്ട്, ഇതാണ് നമുക്ക് വേണ്ട സൊല്യൂഷൻ, നമുക്കിത് 3 തരത്തിൽ ചിന്തിക്കാം. ഈ ഒരു വേണ്ടി, ഈ ഒരു വേണ്ടി, ഈ ഒരു വേണ്ടി, ഈ ഒരു വേക്ക് ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ, ഇതിന് ഇങ്ങനെയൊക്കെയാണ്, ഇതിനിങ്ങനെയൊക്കെയാണ്, എൻ്റെ റെക്കമെൻഡേഷൻ ഇതാണ്. വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾക്ക് എന്താ തോന്നണേ? They'll have their own recommendations. So all of them have 3 options, or all in all you have 3 options. ഇപ്പം ഞാനൊരു പ്രോബ്ലം പറയുന്ന സമയത്ത് ഞാനൊരു സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഓൾറെഡി 3 വേ ചിന്തിച്ചിട്ടുണ്ടാവും. അത് ഞാൻ 1-2 റെക്കമെൻഡ് ചെയ്യും. വേറെ ആൾ വരുന്ന വെച്ചാൽ അങ്ങനെ ഉണ്ടാവും. സോ ഹൂഎവർ ഈസ് ലീഡിങ് ദാറ്റ് പ്രോബ്ലം സോൾവിങ് അവർ ഇതിങ്ങനെ ചിന്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ റെസിസ്റ്റൻസ് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. സെയിം ഇപ്പോൾ എൻ്റെയും ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നു, അതിൽ നമ്മൾ ഫുൾ ടീമിനെ വിളിച്ചിരുത്തും. ഐ ആസ്ക് ദം ഇതാണ് ഇഷ്യൂ, വാട്ട് ഓൾ വുഡ് ബി സൊല്യൂഷൻ, ആൻഡ് ആ സൊല്യൂഷൻ കണ്ട് അതിലൊരു SOP പ്രോസസ്സ് ചെയ്യാൻ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലോട്ടാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. And I love that. E 3-1-3-1, it's something good that we can implement on our company. Okay, so bro, from being working as freelancer and now heading a complete team, what's the major difference that you're facing? And അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും ആൻഡ് ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളും ഒന്ന് പറയാം. ഇറ്റ്സ് ലൈക്ക് കമ്പനിക്ക് ഒരുപാട് ഫേസസ് ഉണ്ട്. ലൈക്ക് യു വർക്കിംഗ് ആസ് എ ഫ്രീലാൻസർ, നമ്മൾ തന്നെയാണ് അക്കൗണ്ടൻറ്റ്, നമ്മൾ തന്നെയാണ് ഓപ്പറേഷൻസ്, R&D എല്ലാം നമ്മളാണ്, ഹയറിങ് ഫയറിങ് ഒക്കെ നമ്മളാണ്. സോ മൂവിങ് ഫ്രം ദെയർ ഒരു ഫ്രീലാൻസർ ടു സേ റണ്ണിങ് എ കമ്പനി എന്ന് വെച്ചാൽ ടീം വേണം. ഐ മീൻ ഒരു ടീമാണ്, ടീം ഉണ്ടാകുമ്പോഴാണ് ഒരു കമ്പനി, അതൊരു ഗ്രൂപ്പ് ഉണ്ടാകുമ്പോഴാണ് ഒരു കമ്പനി ആവുന്നത്. അതിൽ തന്നെ ഒരു ഫ്രീലാൻസറാണ്. സോ മേജർ ഡിഫറൻസ് ഇസ് ദാറ്റ് ഇപ്പോൾ ഒരു ഫ്രീലാൻസർ ആകുന്ന സമയത്ത് നമുക്ക് വേണ്ട പോലെ നമുക്കുള്ള എന്താ പറയുക റിസോഴ്സസിൽ ഇഷ്ടമുള്ള പോലെ എന്ത് ചെയ്യാം, കാര്യങ്ങൾ ചെയ്യാം. യു നോട്ട് ആൻസറബിൾ ടു എനിവൺ എക്സെപ്റ്റ് മേ ബി വർക്ക് ചെയ്യുന്ന ക്ലയൻറ്റ്, കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. സോ വെൻ യു വർക്ക് ഇൻ എ ടീം യു ആർ റെസ്പോൺസിബിൾ ഫോർ സോ മെനി പീപ്പിൾ. അത് ഈദർ യു മാനേജ് ദം ഓർ നോട്ട്, യു ആർ റെസ്പോൺസിബിൾ. ഇപ്പോൾ സേ ഒരു 5 പേരിലൊരു കമ്പനി എടുക്കാം. സോ ഒരാൾ മാർക്കറ്റിങ്ങിലാണ്, ഒരാൾ സെയിൽസിലാണ്, ഒരാൾ HR ആണ്, ഒരാൾ അക്കൗണ്ടൻ്റ് ആണ്, ഒരാൾ ഓപ്പറേഷൻസാണ് വെക്കാം. ഓപ്പറേഷൻസ് നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ സെയിൽസ് നടന്നിരിക്കണം, സെയിൽസ് നടക്കണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് നടന്നിരിക്കണം. ഇനി വൺസ് ഇതൊക്കെ നടന്നു കഴിഞ്ഞാൽ ഇത് മാനേജ് ചെയ്യണമെങ്കിൽ അക്കൗണ്ട്സ് എന്ത് ചെയ്യണം നോക്കേണ്ടിണ്ടാവും. ഓപ്പറേഷൻസ് തന്നെയാണല്ലോ ഈ സംഭവം എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കണം, ഹയറിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടിണ്ടാവും. ഓപ്പറേഷൻസ് ഹയറിങ് വരെ നടക്കണം. സോ എവ്രിബഡി ഈസ് കണക്റ്റഡ്. So I am responsible for the marketing guy, I am responsible for the sales guy and everyone, right? So the mutually connected ആണ്. So ഇവിടെ there is ഒരു common sense, ഒരു common purpose നമുക്ക് വരുന്നുണ്ട്. That is a major difference. Like now you have to think of അയാളുടെ വർക്ക് എങ്ങനെ ഉണ്ടാവും, അയാൾ എന്ത് വിചാരിക്കും, അയാളുടെ വർക്ക് എന്തുകൊണ്ട് നടക്കില്ല, ഞാൻ അത്രത്തോളം കണക്റ്റാണ് കാര്യങ്ങളൊക്കെ. So you have something there.
big thing to lose there. Okay. This is first phase, right? Now say 0 to 8 member team എന്ന് പറയുന്നത് ഒരു സ്മോൾ കമ്പനി എന്ന് പറയുന്നത് യു ഡോണ്ട് നീഡ് SOPs, യു ഡോണ്ട് നീഡ് പ്രോസസ്, ഒന്നും വേണ്ട. നമുക്ക് മ്യൂച്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നീ അത് ചെയ്യും, നീ ഇത് ചെയ്യും, നമുക്കിത് പറയാം. ബട്ട് സേ ഒരു 8 മാറി ഒരു 12, 13, 15, സേ ഒരു 30-35 മെമ്പറൊക്കെ ആകുമ്പോഴത്തേക്ക് 13 പേരൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൽ ബി ടീംസ്. അതുവരെ ടീമൊന്നും ഉണ്ടാവില്ല. സെയിൽസിൽ 2 പേരുണ്ടാവും, ചിലപ്പോൾ മാർക്കറ്റിംഗ് 2 പേരുണ്ടാവും, ചിലപ്പോൾ മാർക്കറ്റിംഗ് 2 എഡിറ്റേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ ഓപ്പറേഷൻസ് ചിലപ്പോൾ 3 പേരായിരിക്കണം, ചിലപ്പോൾ 1-2 ടീമൊക്കെ ഉണ്ടാവും. ഇവിടെ ദ മേജർ പ്രോബ്ലം വിൽ ബി കമ്മ്യൂണിക്കേഷൻ അല്ലേ? അതായതിപ്പോൾ ഞാനിപ്പോൾ ഒരു ഫൗണ്ടറാണ് ആക്കാം, ഞാനൊരാളടുത്ത് പറയുന്നത് അവിടെ എത്തണ്ടോ, റൈറ്റ്? ഒരു ലെയർ കഴിഞ്ഞിട്ട് വേണം ചിലപ്പോൾ ഒരു ടീമിലേക്ക് പോകേണ്ടിണ്ടാവുന്നത്. എന്നാൽ നമ്മളൊരു 5 പേര് 6 പേരൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ പ്രശ്നമില്ല. ഇറ്റ്സ് വെരി ക്ലീൻ ആൻഡ് ഈസി, എവരിബഡി നോസ് എവറിത്തിങ്. അവിടെയാണ് വിഷൻ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. സോ ടീം ഗ്രോസ്, ഈ കമ്മ്യൂണിക്കേഷനിൽ ഇഷ്യൂസ് വന്നു തുടങ്ങും. പീപ്പിൾ വോണ്ട് നോ. അത് നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം എന്താ, ഒരു ഫൗണ്ടറുടെ ഞാൻ ചെയ്യുന്ന പോലെ വേറെ ആർക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ അവിടെ ഇൻവോൾവ് ആണ്, ഇവിടെ ഇൻവോൾവ് ആകുന്ന സാധനങ്ങളൊക്കെ വരും. സോ ഹൗ ഡു യു കോപ്പ് വിത്ത് ദാറ്റ്, റൈറ്റ്? ഹൗ ഡു യു മേക്ക് ഷുവർ ഇപ്പോൾ എൻ്റെ മൈൻഡിലുള്ള ഒരു സാധനം പോലെ അത് പുറത്ത് വരുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് ഔട്ട്പുട്ട് ഇസ് വാട്ട് യു ഹാവ്. സോ ഇവിടെ നമുക്കിങ്ങനെ കുറേ സാധനങ്ങൾ വന്നിട്ട് പോകും. സോ യു ഹാവ് ടു ലേൺ ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് തിങ്സ് ഇൻ എ വേ അത് എത്തേണ്ട ആൾക്കാർക്ക് എത്തുന്നുണ്ട്. ഹൗ ടു മാനേജ് കൺഫ്യൂഷൻസ് അങ്ങനെ ഒഴിവാക്കാം. എവ്രിബഡി ഈസ് അലൈൻഡ്. ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല. നമ്മൾ ടീമായിട്ട് വർക്ക് ചെയ്യുമ്പം ഇതൊരു 30 പേരുടെ ടീം, ഓക്കെ ഫൈൻ. നൗ സേ ദ ടീം ഗ്രോസ് ടു ഒരു 50, 100, 200, 300, 1000. So how do you ensure, say ഇവിടെ you have multiple hierarchies, organization level, maybe manager, assistant manager, maybe senior manager, maybe അതിൻ്റെ മേലെ അതിൻ്റെ താഴെ കേട്ടുണ്ടാവും. So how do you ensure everybody is on the same page? How do you ensure എല്ലാവരും അപ്രീഷിയേറ്റ് ആവുന്നുണ്ട്? How do you ensure എല്ലാവരും അക്നോളജ് ആവുന്നുണ്ട്? How do you ensure, say ഏറ്റവും താഴെയുള്ളൊരു ഇൻറ്റേൺ തൊട്ടിട്ട് ഏറ്റവും മേലുള്ള ആൾ വരെ everybody is respected the same way, everybody is treated fairly, everybody is taken care of, എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ട്, അതിനുള്ള സൊല്യൂഷൻസ് കൊടുക്കുന്നുണ്ട്. ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുമ്പം അതായത് വി ഹാവ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ക്ലയൻസ് ഉണ്ട്. ഈ കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ ക്ലയൻസിൻ്റെ പ്രശ്നം നമ്മുടെ പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നുണ്ട്, കമ്പനി അതിന് സൊല്യൂഷൻ കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഹൗ മച്ച് ദേ ഫീൽ ദാറ്റ്, അല്ലെങ്കിൽ എത്ര ഈസി ആയിട്ട് ഒരാൾക്ക് നമ്മൾക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, എക്സ്പീരിയൻസ് ബെറ്ററാണ്. ദീസ് ആർ ഓൾ സർട്ടൻ തിങ്സ്. സാലറീസ് ഓൺ ടൈം പോകുന്നുണ്ട്, കളക്ഷൻസ് അറ്റ് ദ സെയിം നടക്കുന്നുണ്ട്, അക്കൗണ്ട്സ് പ്രോപ്പറാണ്, അവിടെ മിസ്റ്റേക്സ് ഒന്നും ഇല്ല, കറപ്ഷൻസ് ഇല്ല. How do you ensure that? These are all the problems as the company grows. And I would say it's always better to have the problems with growth than problems with not growing. അതും പ്രശ്നമാണ്. ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഗ്രോത്ത്. ദ തിങ് ഈസ്, ഇപ്പോൾ സേ നമ്മുടെ കൂടെ ഒരുപാട് ആൾക്കാർ ഗ്രോ ആവുകയാണ്. സേ ഒരു 5 പേരുള്ള കമ്പനിയാണ് നോക്കാം, ഗ്രോ ആവുകയാണ്. എപ്പോഴും കമ്പനി ഒരേ ലെവലാണ് പൊക്കോണ്ടിരിക്കുന്നത് വെക്കാം. ദ തിങ് ഈസ് നെക്സ്റ്റ് ഇയർ വരുന്ന സമയത്ത് യു വിൽ തിങ്ക് ഓക്കെ എനിക്ക് ഒരു അപ്രൈസൽ കൊടുക്കണം, പ്രൊമോഷൻ കൊടുക്കണം, സാലറി കൂട്ടി കൊടുക്കണം. ഇഫ് ദ കമ്പനി ഡസൻ ഗ്രോ, എങ്ങനെയാണ് നമ്മളെ കൂടുതൽ ആൾക്കാരെ ട്രീറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളെ കൂടുതൽ ആൾക്കാരെ ലൈഫ് സ്റ്റൈൽ ബെറ്റർ ആക്കാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയാണ് സേ അയാൾക്കൊരു എമർജൻസി വന്നു, സേ ഒരു ഹോസ്പിറ്റൽ എമർജൻസി വരികയാണ്, സം വേ ഓർ ദി അതർ മേ ബി ഡെറ്റായിട്ടോ അല്ലാതൊക്കെ ആയിട്ട് സഹായിക്കണം. ഹൗ ആർ യു ഗോയിങ് ടു ഡു ഇറ്റ്? ഫോർ ദാറ്റ് കമ്പനി നീഡ് ടു ഗ്രോ. അത് കമ്പനി ഗ്രോ ചെയ്യുന്ന സമയത്തെ ടീം ഗ്രോ ആവുള്ളൂ, ടീം ഗ്രോ ആവുന്ന സമയത്തെ വീണ്ടും ആ കമ്പനി ഗ്രോ ആവുന്നുള്ളൂ. സോ വി ഓൾവേസ് സേ വിൻ വിൻ വിൻ. ഫസ്റ്റ് ഓഫ് കോഴ്സ് യുവർ കസ്റ്റമേഴ്സ് നീഡ് ടു വിൻ, then your team need to win, then company needs to win. അത് മിക്ക ആൾക്കാരും എനിക്കുണ്ടായിരുന്ന പ്രശ്നമാണ്. അത് ഹൗ ക്യാൻ യു തിങ്ക് ദറ്റ് കമ്പനി നീഡ്സ് ടു വിൻ? ടീം വിൻ ചെയ്യണം, കസ്റ്റമേഴ്സ് വിൻ ചെയ്യണം, കമ്പനി എവിടെയില്ല. മോസ്റ്റ് ഫൗണ്ടേഴ്സ് ആർ ലൈക്ക് ദാറ്റ്. അത് തന്നെയാണ് മോസ്റ്റ് ഫൗണ്ടേഴ്സ് ഇതാക്കുന്ന ബിഗ് പ്രശ്നം എന്ന് പറയുന്നത്. കമ്പനി നീഡ് ടു വിൻ. അത് എനിത്തിങ് ദാറ്റ് യു ആക്ച്വലി ഡു ഫോർ ദ ടീം ഷുഡ് ബെനിഫിറ്റ് ദ കമ്പനി ഇൻ ഇറ്റ് സെൽഫ്. അല്ലാത്ത പക്ഷം ഇറ്റ് ഈസ് ജസ്റ്റ് 1 person വിന്നിങ് ആൻഡ് അത് സസ്റ്റൈനബിൾ അല്ല. കുറച്ച് കഴിയുമ്പം ഇവരും ചിന്തിക്കും കമ്പനി ഇപ്പം എനിക്കൊന്നും ചെയ്തിരുന്നില്ല, ബിക്കോസ് കമ്പനി കാൺ ഡു ഇറ്റ്.